ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇതിനു മുന്നേ സ്റ്റഡി മെറ്റീരിയൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് MTP1 മെയ് 2025 MTP1 ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിനു മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ അതേ പാറ്റേൺ തന്നെ. ഇതിനകത്ത് നെറ്റ് അസറ്റ്സ് മൈനോറിറ്റി ഇൻട്രസ്റ്റിന് നെറ്റ് അസറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ബാക്കിയത്തെല്ലാം സിമിലർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഉള്ളി. നമ്മൾ ഇതിനു മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ. സോ ക്വസ്റ്റ്യൻ 3B ആണ് MTP1 മെയ് 2025 ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. A Limited acquired 70% equity shares of B Limited at 20 per share, face value ₹10 on 31st March 2024 at a cost of 140 lakhs. Calculate the amount of share of A Limited and minority interest in the net assets of B Limited. On this date, also compute goodwill or capital reserve for A Limited on acquisition of shares of B Limited from the following information available from the balance sheet of B Limited as on 31st March 2024. A Limited 70% ആരുടെ ഷെയർസ് വാങ്ങി? ബി ലിമിറ്റഡിൻ്റെ വാങ്ങി. എത്ര? 70%. ഓക്കെ. സോ ബാലൻസ് വരുന്ന 30% ആരുടെ ആയിരിക്കും? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ. ദെൻ അത് കോസ്റ്റ് എന്ന് പറയുന്നത് 140 lakhs ആണ്. ദെൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് എ ലിമിറ്റഡ് ആൻഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എ ലിമിറ്റഡിൻ്റെയും ഷെയർ ചോദിച്ചിട്ടുണ്ട്, മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെയും ഷെയർ ചോദിച്ചിട്ടുണ്ട്. ഇത് 70% ആണെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് 30% ആയിരിക്കും. ഓക്കെ. ദെൻ അതിന് നമ്മൾ നെറ്റ് അസറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യണം. നെറ്റ് അസറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഗുഡ് വില്ല് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കാണാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് വർക്കിംഗ് നോട്ട്സിലേക്ക് പോകാം. ഓക്കെ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് എ ലിമിറ്റഡ് ആൻഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാണാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് അസറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യണം. നെറ്റ് അസറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 360, ഇൻവെസ്റ്റ്മെൻറ്റ് 90, കറണ്ട് അസറ്റ് 140, ലോൺസ് ആൻഡ് അഡ്വാൻസസ് 30, ടോട്ടൽ അസറ്റ് 620. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്യണം? എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഓർ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 15% ഡിബഞ്ചേഴ്സ് 180, കറണ്ട് ലയബിലിറ്റീസ് 100. സോ നെറ്റ് അസറ്റ്സ് നമുക്ക് എത്ര കിട്ടും? 340 കിട്ടും. ദെൻ ഇവിടെ എന്തില്ല? റിവാലുവേഷൻസ് ഒന്നും എഗ്രീഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രം നമുക്ക് എടുത്ത് താഴെ എഴുതിയാൽ മതി. ഇതിനകത്ത് എന്തില്ല? റിവാലുവേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? റിവാലുവേഷൻസ് ഉണ്ട്. ഇതിലെന്തില്ല? റിവാലുവേഷൻസ് ഇല്ല. സോ ഈ ഡാറ്റ നേരിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് റുപ്പീസ് ഇൻ ലാക്സ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതണം. റുപ്പീസ് ഇൻ ലാക്സ്, ദാറ്റ് ഈസ് കമ്പൾസറി. സോ നമുക്ക് വി ഗോട്ട് നെറ്റ് അസറ്റ്സ് നമുക്ക് കിട്ടി. ഈ നെറ്റ് അസറ്റ്സിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 70% ഹോൾഡിംഗ് കമ്പനിയും 30% മൈനോറിറ്റി ഇൻട്രസ്റ്റും വരും. ഓക്കെ. സോ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇവിടെ എ ലിമിറ്റഡ് ആണ് ഹോൾഡിംഗ് കമ്പനി. സോ നെറ്റ് അസറ്റ്സ് ഈക്വൽ ടു 340 lakhs. ദെൻ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് 340 into 70%, that is 238 lakhs. Then balance will be go to minority interest, that is 340 into 30%. It is not 70%, this is 30%. Okay. 340 into 30% equal to 102 lakhs ആണ്. സോ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്താണ്? 30%. ഓക്കെ. ദെൻ ഓക്കെ 30% ആണ്. സോ 102 lakhs കിട്ടി. സോ നമുക്ക് നെറ്റ് അസറ്റ്സ് കിട്ടി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറായി. നെറ്റ് അസറ്റ്സിൽ ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യുന്നത് 238 lakhs. ദെൻ ബാലൻസ് ചെയ്ത മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത് 102 lakhs ദെൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് കൺട്രോൾ കമ്പ്യൂട്ട് ചെയ്യണം. കോസ്റ്റ് ഓഫ് കൺട്രോൾ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് നമുക്ക് കാണണം. അത് നമ്മളിവിടെ ഓൾറെഡി 238 lakhs കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 238 lakhs. ദെൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇവിടെ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ഒന്നും നൽകാത്തത് കൊണ്ട് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കോസ്റ്റിനാണോ ആ ഒരു ഷെയർസ് പർച്ചേസ് ആ എമൗണ്ട് ഡയറക്റ്റ് എടുക്കുക, ദാറ്റ് ഈസ് 140. ദെൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 98 lakhs വരുന്നുണ്ട് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ. സോ 238 lakhs വാല്യൂ ഉള്ള നെറ്റ് അസറ്റ്സ് നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങി? 140ക്ക് വാങ്ങി. 238 വാല്യൂ ഉള്ള നെറ്റ് അസറ്റ്സ് നമ്മൾ 140 lakhsന് വാങ്ങിയെന്ന് പറയുമ്പോൾ അവിടെ ലാഭമാണോ നഷ്ടമാണോ? നമുക്കവിടെ ലാഭമാണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ്. സോ ക്യാപിറ്റൽ റിസർവ് ആസ് പെർ AS 21 തന്നെ എഴുതാൻ ട്രൈ ചെയ്യുക. മാക്സിമം AS 21 തന്നെ എഴുതാം.
ഓക്കെ, ക്യാപിറ്റൽ റിസർവ് ആസ് പെർ AS 21 98 ലാക്സ്, ദാറ്റ് ഈസ് ആൻസർ. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെയും ഷെയർ കണ്ടുപിടിച്ച് ഹോൾഡിംഗ് കമ്പനിയുടെയും ഷെയർ കണ്ടുപിടിച്ച് ദെൻ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഇൻ നെറ്റ് അസറ്റ്സും കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ 98 ലാക്സ് എന്ത് വരുന്നുണ്ട്, ക്യാപിറ്റൽ റിസർവ് വരുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.